ഇവിടെങ്ങോലും അങ്ങ് ഹംഗറിയിലെ ഒരു ലൈബ്രറി നേരിട്ട വെല്ലുവിളിയും പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങളും ലോകം ഒരു കഥ പോലെ ഇന്ന് വായിച്ചറിയുകയാണ്. ചരിത്രം അടയാളപ്പെടുത്തിയ അമൂല്യ ഗ്രന്ഥങ്ങളെയും രേഖകളെയും കാർന്നു തിന്ന കുഞ്ഞൻ വണ്ടുകളെ തുരത്താൻ അവർ ഒരു മഹായത്നം തന്നെ സംഘടിപ്പിച്ചു. നൂറ്റാണ്ടുകൾക്കിടെയുണ്ടായ യുദ്ധങ്ങളെയും ഓട്ടോമൻ തുർക്കികളുടെ അധിനിവേശത്തെയും എല്ലാം അതിജീവിച്ച ഈ പുസ്തകശാല വണ്ടുകളെ തുരത്താൻ ഒരു പരിഹാര മാർഗം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആതിര പുതുവയിൽ വിശദവിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നു. ആതിര, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പലതിനെതിരെയുമുള്ള പോരാട്ടം കണ്ടിട്ടുണ്ട്, പട നയിച്ച ചരിത്രങ്ങളുണ്ട് നമുക്ക്. പക്ഷെ ഇതെന്തായിരുന്നു സംഭവം? ഈ വണ്ടുകൾ എവിടെ നിന്നും വന്നു? എന്ത് തരം വണ്ടാണ്? ഇതിനെ എങ്ങനെയാണ് തുരത്തിയത്? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഈ പുസ്തക പ്രേമികൾക്കും അല്ലെങ്കിൽ ഈ പേപ്പർ കട്ടിങ്സ് ഒക്കെ ശേഖരിച്ച് വെക്കുന്നവർക്കും സംബന്ധിച്ച് ഇത് നല്ലൊരു വാർത്തയാണ്. എൻ്റെ ചേച്ചിയൊക്കെ ഈ പേപ്പർ കട്ടിങ്സ് ശേഖരിച്ച് വെക്കുന്ന ആളാണ്. അപ്പം കുറേ നാൾ കഴിയുമ്പോൾ ഇവളിത് എടുക്കുമ്പോഴത്തേക്ക് കുറേയൊക്കെ ചീത്തയായി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ കളഞ്ഞൂടെ, എന്തിനാണ് ഇനി വെച്ചിരിക്കുന്നത്? പക്ഷേ ഇവരുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എത്ര ചീത്തയായാലും അവർ ഇഷ്ടപ്പെട്ട ഒരു വാർത്ത ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അത് കളയാൻ ഉദ്ദേശിക്കില്ല. അപ്പം അതുപോലൊരു ലൈബ്രറിയാണ് ഇത്. ഏതാണ്ട് 1000 വർഷം പഴക്കമുള്ളൊരു ലൈബ്രറിയാണ്. നമ്മുടെ കാലം മുതൽ ഉള്ള എല്ലാ രേഖകളും ചരിത്രങ്ങളും ഒക്കെ അടങ്ങിയ ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ ഏതാണ്ട് 4 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 1 ലക്ഷം പുസ്തകങ്ങളാണ് ഈ കുഞ്ഞൻ വണ്ടുകൾ കാരണം ഇപ്പം നശിച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു തന്ത്രം എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ചിലപ്പം ജയിക്കാതിരിക്കാം, പക്ഷേ അവരുടെ പ്രതീക്ഷ ഇത് ജയിക്കുമെന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഒന്നെങ്കിൽ കണ്ടെയ്നറുകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ മൂടി വെക്കുകയാണെങ്കിൽ ഇതിലുള്ള ഈ വണ്ടുകളൊക്കെ നശിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഒരു 6 ആഴ്ച ശുദ്ധമായ നൈട്രജൻ മാത്രം അതിൽ ഒതുങ്ങി നിൽക്കുമ്പം ഈ വണ്ടുകളൊക്കെ നശിച്ച് ഈ പുസ്തകങ്ങളും ഈ 13-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിൽ അടക്കമുള്ള ഗ്രന്ഥങ്ങളും ആ ഒരു കയ്യെഴുത്ത് കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷ. ഇതെല്ലാം കഴിഞ്ഞ് പുസ്തകങ്ങൾ തിരിച്ചെടുത്തതിന് ശേഷം അടുത്ത വർഷം ആദ്യത്തോടു കൂടി ലൈബ്രറി തുറക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ ഒരു പ്രയത്നം സഫലമാവട്ടെ, അല്ലെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. ശരിയാതിരാ, അങ്ങനെ എന്തൊക്കെ ആക്രമണങ്ങൾ നേരിടണം അല്ലേ ഒരു ജീവിതകാലത്തിൽ? അങ്ങനെ പ്രത്യേക പ്രാണികൾ ആക്രമിച്ച് ആ പുസ്തകങ്ങളും വിലപിടിപ്പുള്ള രേഖകളും നഷ്ടപ്പെട്ടു പോകാതെ അവർക്കതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ. നമ്മളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. പലരും അങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഞാൻ ചില ചിത്രങ്ങളോ അല്ലെങ്കിൽ പത്രത്തിൽ വന്നിട്ടുള്ളതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊക്കെ കയറുന്നത് ഇരട്ടവാലൻ പൂച്ചി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു സിൽവർ ഫിഷ് എന്നോ മറ്റോ പേരുള്ള ഒരു വെള്ളി നിറത്തിലെ ചെറിയ പ്രാണിയാണ്. ഈ പ്രാണി ഇത് മുഴുവൻ തിന്നു കളയുന്നേ, ഇത് തിന്ന് നശിപ്പിക്കും. പക്ഷെ അതിനൊരു പഴമയുടെ മണമൊക്കെ വരും ഈ പ്രാണിയൊക്കെ കയറി കുറച്ചു കാലം പഴകി കഴിയുമ്പോൾ. പക്ഷെ ആ മണവും നൊസ്റ്റാൾജിയയും ഒക്കെ അവിടെ നിൽക്കട്ടെ, സാധനം നശിച്ചു പോകുമെന്നതിലാണ് വിലപിടിപ്പുള്ള രേഖകളൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും.